ഈ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പൈഡർമാൻ ഈ അടുത്തിറങ്ങിയ ബ്രാൻഡ് ന്യൂ ഡേ ആണ്. ഫാർ ഫ്രം ഹോം എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു, ഒരു പ്രോപ്പർ സ്പൈഡർമാൻ വില്ലൻ ഉണ്ടായിരുന്നു. വെൽ, സ്പൈഡർമാൻ വില്ലൻ ആയത് ടോണി സ്റ്റാർക്ക് മൂലമാണ്. ബട്ട് സ്റ്റിൽ ഒരു പ്രോപ്പർ വില്ലൻ ഉണ്ടായിരുന്നു. ഒരു കുറച്ചും കൂടിയും എന്താ പറയുക, സ്പൈഡർമാൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കോൺഫ്ലിക്ട്സ് കൊണ്ടുവന്നിരുന്ന ഒരു മൂവിയാണ് ഫാർ ഫ്രം ഹോം. നോ, അതിനുശേഷം നോവേ ഹോം ഇറങ്ങിയെങ്കിലും നോവേ ഹോം വാസ് മോർ ലൈക്ക് എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ പരിപാടിയായിരുന്നു. നമ്മുടെ നൊസ്റ്റാൾജിനെ ഫീഡ് ചെയ്യുന്നതിനപ്പുറത്ത് ആ മൂവിയുടെ അകത്ത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൺ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. സോ അതിനുശേഷമാണ് ബ്രാൻഡ് ന്യൂ ഡേ വരുന്നത്. ബ്രാൻഡ് ന്യൂ ഡേ വരുന്ന സമയത്ത് വാട്ട് ഐ ഫെൽറ്റ് ഇസ് വി ഗോട്ട് എ ലിറ്റിൽ മോർ മെച്യൂർ സ്പൈഡർമാൻ. ആളുടെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ആൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സ് ഇല്ല. കുറച്ചുകൂടി ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു സ്പൈഡർമാനെയാണ് നമുക്ക് ബ്രാൻഡ് ന്യൂ ഡേയിൽ കിട്ടുന്നത്. ഇൻഫാക്ട് MCUവിൽ, ഇൻഫാക്ട് സ്പൈഡർമാൻ്റെ സ്റ്റോറി ലൈനിൽ അങ്കിൾ ബെന്നിൻ്റെ ഡെത്ത് മൂലം ട്രോമ വരാത്ത ഒരേ ഒരു സ്പൈഡർമാൻ ടോം ഹോളൻഡിൻ്റെ മാത്രമാണ്. അതായത് MCUയുടെ സ്പൈഡർമാനിൽ ആൾക്ക് ട്രോമ വരുന്നത് ആണ്ട് മേയുടെ ഡെത്തിലൂടെയാണ്. സോ ആ ഡെത്തും ആ ഒരു ലോൺലിനെസ്സും പരിപാടിയും ഒക്കെയാണ് ബ്രാൻഡ് ന്യൂ ഡേയുടെ അകത്ത് അവർ ഷോക്കേസ് ചെയ്യുന്നത്. ബട്ട് ഈ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടും വി സ്റ്റാർട്ടഡ് ഡിസ്കസിങ് അബൌട്ട് ദിസ് മൂവി. സോ ഡിസ്കഷനിൽ നിന്നുമാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. സോ ദിസ് ഇസ് എ സ്പോയിലർ അലേർട്ട്. ഇതിൻ്റെ അകത്ത് കുറേ സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ മൂവി കണ്ടവർ മാത്രം മുമ്പോട്ട് പോവുക. ആൻഡ് ഇഫ് ഇൻട്രസ്റ്റഡ് ടേക്ക് പാർട്ട് ഇൻ ആ ഡിസ്കഷൻ ഓൾസോ. ഡിസ്കഷനിൽ വന്നൊരു മേജർ പോയിന്റ് ആണ്, ഈ മൂവി ശരിക്കും എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാർ പോലെയല്ലായിരുന്നു. ഐ മീൻ, മൂവി തുടങ്ങുന്നത് ഒരു പോയിന്റിൽ നിന്ന് മൂവി എൻഡ് ചെയ്യുന്നത് വേറെ ഒരു പോയിന്റിൽ നിന്ന്. ഇതിൻ്റെ അകത്തൊരു മേജർ എന്താ പറയുക, മേജർ ഇവൻ്റായിട്ട് കാണിക്കുന്ന സ്പൈഡർമാൻ്റെ ഒരു മ്യൂട്ടേഷനാണ്. ആ മ്യൂട്ടേഷന് ശരിക്കും ഈ മൂവിനകത്ത് എന്തായിരുന്നു റോള്? ഹൾക്കിനെ കൊണ്ടുവരിക എന്നല്ലാണ്ട്, ഓർ റാദർ ഹൾക്കിനും സ്പൈഡർമാനും ഈ ഒരു സെയിം കോൺഫ്ലിക്റ്റ് കൂടിയാണ് രണ്ടുപേരും പോകുന്നുള്ള പാരലൽ കാണിക്കുന്നതല്ലാണ്ട് എന്തായിരുന്നു ശരിക്കും ആ മ്യൂട്ടേഷൻ്റെ റോൾ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ മ്യൂട്ടേഷൻ കൊണ്ട് സ്പൈഡർമാൻ ഒരു ഇഷ്യൂ വരികയോ ഒന്നും ഇതിൻ്റെ അത് കാണിക്കുന്നില്ല. ഇൻഫാക്ട് മ്യൂട്ടേഷൻ വരുമ്പോൾ തന്നെ സ്പൈഡർമാൻ ഒറ്റയടിക്ക് തന്നെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടി, ഒരു ഇൻഹിബിറ്റർ ഉണ്ടാക്കി നമ്മുടെ പീറ്റർ പാർക്കർ അതിനെ ഹോൾഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു മ്യൂട്ടേഷൻ്റെ ഒരു പരിപാടി എന്താണെന്നുള്ളത് എനിക്ക് ആക്ച്വലി ആലോചിച്ചിട്ട് അത്ര അങ്ങോട്ട് സെറ്റായിട്ടില്ല. ഓൾസോ ബ്രാൻഡ് ന്യൂ ഡേയുടെ അകത്ത് അവർക്ക് കാര്യമായിട്ട് നല്ലൊരു വില്ലനെ കൊണ്ടുവരാമായിരുന്നു. ജീൻ ഗ്രേ ആണ് ഇതിൻ്റെ അകത്ത് വില്ലൻ. ജീൻ ഗ്രേ ഇസ് നോട്ട് എ സ്പൈഡർമാൻ വില്ലൻ. ആളൊരു എക്സ്മെൻ ക്യാരക്ടറാണ്, ഒരു മ്യൂട്ടൻ്റ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ജീൻ ഗ്രേനെ വില്ലനായിട്ട് കൊണ്ടുവരുന്നതിന് പകരം ഒരു നല്ലൊരു സ്പൈഡർമാൻ വില്ലൻ, സ്പൈഡർമാൻ്റെ റോക്ക് ഗാലറിയുടെ അകത്ത് അത്യാവശ്യം നല്ല കുറേ വില്ലന്മാരുണ്ട്, അവർ ആരെയും കൊണ്ടുവരാണ്ട് എന്തിന് ജീൻ ഗ്രേനെ കൊണ്ടുവന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഓൾസോ പടത്തിൻ്റെ ടുവേർഡ്സ് ദി എൻഡ് ആയപ്പോൾ നമ്മുടെ സൺഡേ ഹോളിഡേയിൽ പറഞ്ഞ ഡയലോഗ് പോലെ മനുഷ്യന്മാരുടെ ഉള്ളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ലവരാണ് എന്നുള്ളൊരു സ്കീമിലാണ് പടം എൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വില്ലന്മാരെ കൊണ്ടുവന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ വില്ലന്മാരെയും കൊണ്ടുവന്നു. പക്ഷെ അതൊരു 10 സെക്കൻഡിൻ്റെ ഒരു മോൺടാഷ് പോലെയാണ് അവർ മിക്ക വില്ലന്മാരെയും കൊണ്ടുവന്നത്. ടൂം സ്റ്റോൺ, ടെറാൻറ്റുല, പിന്നെ സ്കോർപ്പിയനൊക്കെ 2 പ്രാവശ്യം ഇത് കാണിക്കുന്നുണ്ട്. 2 പ്രാവശ്യം കാണിക്കുന്ന സമയത്തും നമ്മൾ വിചാരിക്കും എന്തോ വലിയ സെറ്റപ്പ് ആവാൻ പോവാണ്. ബട്ട് ഒന്നും എവിടെയും എത്തിയില്ല. സ്കോർപ്പിയനൊക്കെ വെറുതെ വേസ്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ഇൻഫാക്റ്റ് പിന്നീട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, പല ഡയലോഗ്സും റിപ്പീറ്റേഷനാണ്. സ്കോർപ്പിയനെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന സീനിൽ തന്നെയുള്ള അതേ ഡയലോഗ് തന്നെയാണ് ആളുടെ രണ്ടാമത്തെ പ്രാവശ്യം കാണിക്കുമ്പോഴും പറയുന്നത്. ഇതൊരു മണ്ടേല എഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ ഫെൽറ്റ് സോ. ഡയലോഗ് റെപ്പിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇൻഫാക്ട് ഇവർക്ക് വേണമെങ്കിൽ പീറ്റർ പാർക്കറിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാമായിരുന്നു. അത്യാവശ്യം നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് പീറ്റർ പാർക്കറിൻ്റെ ക്യാരക്ടറിനെ കൊണ്ടുവരാനായിട്ട്. ആൻഡ് പ്രോബ്ലി പീറ്റർ പാർക്കറിൻ്റെ മറ്റേ റിപ്പോർട്ടർ സൈഡിനെ കൊണ്ടുവരാൻ പാകത്തിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരതൊന്നും യൂസ് ചെയ്തില്ല. ഇവർ മോർ ഓർ ലെസ് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലോട്ടാണ് പോയത്. ലോൺലിനെസ്, ഇറ്റ്സ് നോട്ട് ബാഡ് എന്നല്ല, ഇറ്റ്സ് ഗുഡ്, ബട്ട് അത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ യെലനയുടെ ബ്ലാക്ക് വിഡോയുടെ ക്യാരക്ടർ,
ആള് സത്യം പറയാലോ എനിക്ക് അത്യാവശ്യം നല്ലൊരു വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻഫാക്ട് ഒരു പ്ലോട്ട് ആർമർ പോലെയാണ് എനിക്ക് തോന്നിയത്. പീറ്റർ പാർക്കർ സ്റ്റക്ക് ആവുന്ന സമയത്ത് യെലനെ കാണുന്നു ആൻഡ് യെലന കംസ് ടു ഹെൽപ്പ്. ആൾക്ക് എവിടെയും ഇല്ലാത്ത ഇൻഫർമേഷനൊക്കെയാണ് യെലനയ്ക്ക് കിട്ടുന്നത്. യെസ്, ആ ക്യാരക്ടറിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അതായത് ആൾ സ്പൈ ആണ്, പരിപാടിയാണ്. ബട്ട് അതും അത് വല്ലാണ്ടൊരു പ്ലോട്ട് ആർമറായിട്ട് യൂസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പോയിന്റിൽ പീറ്റർ പാർക്കറിൻ്റെ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റൈൽ ഓഫ് പരിപാടി കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി നൈസ് ആയേനെ. ആൻഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് ഇപ്പം അത്യാവശ്യം ടോക്ക് ഓഫ് ദ ടൗൺ. എന്താണ് അവർ പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൊണ്ട് ഉദ്ദേശിച്ചത്? സംഗതി എനിക്കും മനസ്സിലായിട്ടില്ല. ബട്ട് ഞാൻ വായിച്ചിടത്തോളം മനസ്സിലായത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അവർ ഉദ്ദേശിക്കുന്നത് സീക്രട്ട് വാർസ് ആണെന്ന്. അതായത് ഡൂംസ്ഡേയിൽ ഉണ്ടാവില്ല, റാദർ ഡൂംസ്ഡേയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള സീക്രട്ട് വാർസിലായിരിക്കും സ്പൈഡർമാനെ ഉണ്ടാവുക. പക്ഷെ അത് ഉണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് എഴുതി കാണിക്കുന്ന സമയത്ത് മര്യാദകൾ എഴുതി കാണിച്ചൂടെ സ്പൈഡർമാൻ വിൽ ബി ബാക്ക് ഇൻ സീക്രട്ട് വാർസ് എന്ന്. പലപ്പോഴും സ്പൈഡർമാൻ്റെ മൂവീസ് എൻ്റെ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, എം സി യുവിന് തന്നെ വലിയ ഐഡിയ ഇല്ല സ്പൈഡർമാൻ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വെച്ചിട്ടാണ് അവരെപ്പോഴും സ്പൈഡർമാൻ്റെ മൂവി തീർക്കാറ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബട്ട് പ്രോബ്ലി യെസ്, സീക്രട്ട് വാർസിൽ ഉണ്ടാവും. അത് പറയുന്നത് ബാറ്റിൽ വേൾഡിലായിരിക്കും ഇനി സ്പൈഡർമാനെ കാണുക എന്നാണ്. ബട്ട് താങ്ക്ഫുള്ളി ബ്രാൻഡുഡേയുടെ അകത്ത് അവർ ഈ മൾട്ടിവേഴ്സിൻ്റെ ഒരു ഒരു പരിപാടി നിർത്തിയത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ഒരു മൾട്ടിവേഴ്സിൻ്റെ പരിപാടി കണ്ട് 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 ആകെ വെറുത്തിരിക്കുകയായിരുന്നു. ഇൻഫാക്ട് ഇത്രയും ആഫ്റ്റർ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം സൂപ്പർ ഹീറോ മൂവീസിൽ ഏറ്റവും വെറുപ്പീരുണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ടോപ്പിക് ആയിരുന്നു ഈ മൾട്ടിവേഴ്സ്. ആ ഒരു പരിപാടി തന്നെ അവർ ബ്രാൻഡ് ന്യൂ ഡേയിൽ എൻഡ് ചെയ്ത് ഇതൊരു എന്താ പറയുക സ്ട്രീറ്റ് ലെവൽ പരിപാടി ആക്കിയത് തന്നെ നന്നായി എന്നാണ് എൻ്റെ ഒരു സന്തോഷം. പിന്നെ ഒരു പടമാകുമ്പോൾ അതിൻ്റെ ഫുള്ളി ആക്ഷൻ വേണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഈ പടം കാണുന്നത് ഫസ്റ്റ് ഡേ തന്നെയായിരുന്നു. വീഡിയോയുടെ ലേറ്റ് ആയി ബിക്കോസ് ഓഫ് കുറച്ച് പേഴ്സണൽ തിങ്സ്. ബട്ട് ഈ ഫസ്റ്റ് ഡേ കാണുന്ന സമയത്ത് ഈ മൂവിയുടെ അകത്തുള്ള പല ഇമോഷണൽ സീൻസ് വരുന്ന സമയത്ത് ബാക്കിലിരിക്കുന്ന വളരെ മോശപ്പെട്ട ഓഡിയൻസ്, ഞാൻ ആലുവയിലാണ് പടം കാണുന്നത്. ആലുവയിൽ പടം കാണുന്ന സമയത്ത് വളരെ മോശം ഓഡിയൻസ് ഇരുന്ന് കമൻ്റ് അടിക്കുക, മൊബൈലിൽ കുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുക, ചുമ്മാ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക, ഒട്ടും മാനേഴ്സ് ഇല്ലാത്ത, ഒട്ടും ഒരു തിയേറ്റർ എത്തിക്കിറ്റീസ് ഫോളോ ചെയ്യാത്ത ഒരു വൃത്തികെട്ട ഓഡിയൻസ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ല ഇറങ്ങിപ്പോക്കോ, ബാക്കിയുള്ളവരത് കാണാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ആ ഒരു എന്താ പറയുക കോമൺ സെൻസ് എങ്കിലും ഓഡിയൻസിന് വേണം എന്നാണ് ഞാൻ പറയുന്നത്. വളരെ മോശമായിരുന്നു. യെസ്, അതിൻ്റെ അകത്ത് കുറച്ച് ഇമോഷൻ സീൻസ് ഉണ്ടായിരുന്നു. പേഴ്സണലി എനിക്കും അത് കുറച്ച് ലാഗിഷ് ആയിട്ട് തോന്നിയായിരുന്നു. കാരണം ഇമോഷൻസിൻ്റെ ഒരു എന്താ പറയുക ഇച്ചിരി സ്ലോ ആയതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് ഇങ്ങനെ നിന്ന് കമൻ്റ് അടിച്ച് ബാക്കിയുള്ള ഓഡിയൻസിനെയും വെറുപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശം കാര്യമാണ്. സോ ടു വെൻറ്റ് ബ്രാൻഡ് ന്യൂ ഡേക്ക് ഈ ഒരു ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഐ ഫെൽറ്റ് ഇറ്റ് ഈസ് എ മച്ച് ബെറ്റർ മൂവി. ഒരു നോവേ ഹോമിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് യെസ്, എൻ്റെ മൈൻഡിൽ ഒരു റാങ്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇപ്പോഴും ഫാർ ഫ്രം ഹോമും സെക്കൻഡ് ബ്രാൻഡ് ന്യൂ ഡേ ആണ് വരാം. ബിക്കോസ് അത്യാവശ്യം ഒരു ഗ്രൗണ്ട് ലെവലിലുള്ളൊരു സ്പൈഡർമാൻ്റെ ഒരു കഥ തന്നെയാണ് പറയുന്നത്. ബട്ട് യെസ്, കുറച്ചുകൂടി കാര്യങ്ങൾ കൊണ്ടുവരാമായിരുന്നു. ഈ പടത്തിൻ്റെ അകത്ത് ആക്ഷൻ സീൻസ് ഭയങ്കര കുറവാണെന്നാണ് പലരും പറയുന്നത്. ട്രൂ ആണ്, ആക്ഷൻ സീൻസ് വളരെ കുറവാണ്. പക്ഷെ ഉള്ള ആക്ഷൻ സീൻസ് ഭയങ്കര പക്കയായിട്ടാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ലൈക്ക് അതിൻ്റെ അകത്ത് ഈ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ വളരെ കുറച്ച് സമയമുള്ളൂ, ബട്ട് ഇറ്റ് വാസ് എ വെരി ഗുഡ് എന്താ പറയുക ആക്ഷൻ സീൻ. പിന്നെ സ്പൈഡർമാൻ വേഴ്സസ് ഹാൻഡ്, അതും വളരെ നല്ലൊരു ആക്ഷൻ സീനായിരുന്നു. പക്ഷെ ഇതൊക്കെ എന്താ പറയുക വളരെ കുറച്ച് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ ഒരു ആക്ഷന് നമ്മളൊന്ന് എൻജോയ് ചെയ്ത് വരുമ്പോഴേക്കും ഈ പടത്തിൻ്റെ ആക്ഷൻ സീൻ തീർന്നു. പിന്നെ എനിക്ക് തോന്നിയത് എന്താ പറയുക ഈ ഫിലിമിൻ്റെ അകത്ത് ട്രെയിലറിലും ടി വി സ്പോർട്സിലും കാണിച്ചതൊക്കെ തന്നെയാണ് ഈ പടത്തിൻ്റെ അകത്തും ഉണ്ടായിരുന്നുള്ളൂ. ഐ ഡോണ്ട് നോ, ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് പടത്തിലുള്ള എല്ലാ സീനും കാണിച്ചിട്ട് അതിൻ്റെ ട്രെയിലറും ടി വി സ്പോർട്സും ഇറക്കുന്നത് ആൻഡ് ലീവിങ് നത്തിങ് ഫോർ എന്താ പറയുക ഒരു വോ ഫാക്ടറിന് ഒന്നും വിടുന്നില്ല. സോ നൗഡേയ്സ് ഐ തിങ്ക് ഇനി മുതൽ ഇങ്ങനത്തെ സൂപ്പർ ഹീറോ മൂവീസ് വരുന്ന സമയത്ത് ട്രെയിലർ മാത്രം കാണുക, ടി വി സ്പോർട്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നേരെ സ്കിപ്പ് അടിച്ച് വിടുക. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ മേജർ സൂപ്പർ ഹീറോ മൂവീസ് വരുന്ന സമയത്ത് ഒന്നും ഇപ്പോൾ ഒരു ട്വിസ്റ്റിന് വിടാറില്ല. സോ
That's Spider-Man Brand New Day for you. Take care.